ശ്രീലക്ഷ്മിയാണ്. ഇതൊരു തികച്ചും ഇമോഷണൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഫോമലായിട്ടല്ല ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. ദയവായി നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം. നീ പൊലേനാണോടാ, നീ പറയനാണോടാ, നീ ഈഴവനാണോടാ എന്ന് ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ, മക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ അവന്റെ കണ്ണിൽ നോക്കി തല ഉയർത്തി നട്ടല് നിവർത്തി നിന്നങ്ങ് പറയണം അതേ എന്ന്. ഞാനും ഈഴവ സമുദായത്തിൽപ്പെട്ട സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഈ രാജ്യം കൺസിഡർ ചെയ്യുന്നത് സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയാണ് ആദ്യം. അതിനുശേഷമേ ഉള്ളൂ ഈ സോ കോൾഡ് ഉന്നത കുലജാതരൊക്കെ. അതായത് നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതി, നമ്മൾ എന്ന് ഞാൻ പറയുന്നത് സംവരണ വിഭാഗത്തിൽപ്പെട്ട ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവരെയാണ് കേട്ടോ. നമ്മളൊരു എക്സാം എഴുതി, അല്ലെങ്കിൽ ഒരു PSCയുടെ എക്സാം ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമ്മളെക്കാൾ 50 റാങ്ക് മുന്നിലോ അല്ലെങ്കിൽ 50 സ്കോർ മുന്നിലോ ഉള്ളവൻ അവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സംവരണ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ഇവർക്ക് മുന്നിലൂടെ കയറിപ്പോയി അഡ്മിഷനോ ജോലിയോ നേടും. അതായത് ഒരു രാജ്യം കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും സംവരണ വിഭാഗത്തിലാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത് സംവരണ വിഭാഗത്തിൽപ്പെട്ടവരെയാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആദ്യം കയറിപ്പോയത്. അപ്പൊ ആരാണ് വലിയവൻ, ആരാണ് ഉന്നതൻ? നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ ഉന്നതൻ നമ്മൾ തന്നെയാണ്. ഈ പറഞ്ഞ സോ കോൾഡ് ഉന്നത കുലജാതരുടെയൊക്കെ മക്കൾ അവിടെ തെക്ക് വടക്ക് നോക്കി നിൽക്കത്തേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ കൺസിഡറേഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലാതെ വാ പോയ കോടാലി കണക്കിരിക്കുന്ന ഇവറ്റകളുടേതല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഈ റാം എന്ന് പറയുന്ന ഒരു സാറ്, അയാളെ സാറെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ആ കൊച്ചിനെ പറഞ്ഞ കാര്യങ്ങൾ പോട്ടെ, ആ കൊച്ചിന്റെ കൂടെയുള്ള ആൾക്കാർ പെൺപിള്ളേരെ പറഞ്ഞ കാര്യങ്ങളും പോട്ടെ, ഒരു കോളേജിലെ മുഴുവൻ കുട്ടികളും ചേർന്ന് പറയാണ് ഇയാളുടെ ഗുണാധികാരങ്ങൾ. അപ്പോ ഇവനെയൊക്കെ പിടിച്ചു കെട്ടി ഇവന്മാരുടെയൊക്കെ നഖത്തിന്റെ ഇടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി ഇവന്മാരെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കാതെ കുറച്ച് ദിവസം ഇട്ടിട്ട് വേണം ജയിലിൽ കൊണ്ടിടാൻ. അല്ലാണ്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകളെ കൊണ്ട് ജയിലിടരുത് എന്നാണ് വ്യക്തിപരമായ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം. നിതിന്റെ മരണം എന്ന് പറയുന്നത് തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പുണ്ടാക്കിയ സംഗതിയാണ്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഉള്ളിൽ വെച്ചൊരു കാഴ്ച എന്ന് പറയുന്നത് നിതിന്റെ അമ്മയും സിദ്ധാർത്ഥിന്റെ അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയ രംഗമാണ്. ഉരലി ചെന്ന് മദ്ദളത്തിനോട് പറയുന്നത് പോലെ അല്ലാതെ സിദ്ധാർത്ഥിന്റെ അമ്മ എന്ത് പറഞ്ഞ് നിതിന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ ആ അമ്മയ്ക്ക് കഴിയും? ഞാൻ കരഞ്ഞു തീർന്ന കണ്ണീര് നിന്നിലേക്ക് പകർന്നു എന്ന് മാത്രമല്ലേ അമ്മയ്ക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേൾക്കണം കുട്ടികളെ. അതായത് ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു ഭ്രൂണം തുടിച്ചു തുടങ്ങി, അതായത് പ്രഗ്നന്റ് ആണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ആ ഒരു കാർഡിൽ ഒരു വര തെളിയുന്ന ആ ഒരു സമയം മുതൽ ആ പെണ്ണും ആ ആണും ഒരു അച്ഛനും അമ്മയും ആയി കഴിഞ്ഞു. പിന്നെ ആ ഉള്ളിൽ കിടക്കുന്ന ആ ജീവനെ കയ്യിൽ താങ്ങിക്കൊണ്ടാണ്, വയറോടുകൂടി കയ്യിൽ താങ്ങിക്കൊണ്ടാണ് ആ അമ്മ നടക്കുന്നത്. ആ അച്ഛൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. കിടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, കഴിക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ, എന്തിന് ബാത്റൂമിൽ ചെന്ന് അപ്പിയിടുമ്പോൾ പോലും പേടിയാണ്. അയ്യോ 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 എന്ന് അത്ര സൂക്ഷിച്ചാണ് ടോയ്ലറ്റിംഗ് പോലും നടത്തുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു അമ്മയുടെ വൈകാരികമായ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ വളരെ രോഷാകുലമായിട്ടുള്ള ചില വർത്തമാനങ്ങളൊക്കെ എന്നിൽ നിന്നുണ്ടായേക്കാം. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എൻ്റെ ഒരു കുഞ്ഞിന്റെ മരണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇമോഷൻസ് ഉണ്ടായേക്കാം. ആ വാക്കുകളിൽ പിടിച്ച് നിങ്ങൾ തൂങ്ങരുത് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നതായതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ ചില സ്ലാങ്ങുകളുടെ വാക്കുകൾ വന്നു പോയാൽ അത് തെറിയാണെന്നും ഒന്നും നിങ്ങൾ കരുതരുത് കേട്ടോ. ഞാൻ അതിന്റെ ഇമോഷന്റെ പുറത്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിൽ എത്തുന്നു. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം നിങ്ങളോട്. അതായത് നമ്മുടെ കാലിന്റെ ഒരു അടിഭാഗത്തായിട്ട് ഒരു വലിയ കുമള ഇങ്ങനെ കുമളച്ച് വന്നിട്ട് അതിനകത്ത് നിറയെ പസ് കളക്റ്റായി പഴുപ്പ് നിറഞ്ഞു. അതിങ്ങനെ പൊങ്ങി പഴുത്തിരിക്കുകയാണ്. കാല് നിലത്ത് കുത്താൻ വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കാലെടുത്ത് തോളിൽ വെക്കേണ്ട അത്രയും വേദനയുള്ള ആ ഒരൊറ്റ പൊങ്ങിയിരിക്കുന്ന മുറിവ് ഇങ്ങനെ ഇരിക്കുകയാണ്. പടേ എന്നും പറഞ്ഞ് ഞാനൊരു അടി തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ വേദനിക്കും? നിങ്ങൾ എന്റെ തലവണ്ട തല്ലി പൊളിക്കൂലേ? ആ വേദനയുടെ 1000 മടങ്ങ് വേദനയാണ് പ്രസവ വേദന എന്ന് പറയുന്നത്. അതും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വേദനയാണ്. ആ വേദനയിൽ നിലവിളിച്ച് അതിനകത്ത് കിടന്ന് കഴിയുമ്പോൾ പോലും അനങ്ങുമ്പോൾ സൂക്ഷിക്കും, വയർ അവിടെ ഇവിടെയൊന്നും ആവാതെ. കാരണം എന്റെ കുഞ്ഞാണ് അകത്ത് കിടക്കുന്നത്. ഈ അമ്മ ലേബർ റൂമിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോഴും എന്റെ കുഞ്ഞെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ എന്ന് പറയുന്ന ആള് ലേബർ റൂമിന്റെ പുറത്ത് എന്റെ ഭാര്യ എന്റെ കുട്ടി, എന്റെ ഭാര്യ എന്റെ കുട്ടി, എന്റെ ഭാര്യ എന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ അതും കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിന്റെയൊക്കെ അവസാനത്തിലാണ് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇത്രയും മാനസികമായ വേദന, അച്ഛനും ശാരീരികവും മാനസികവുമായ വേദന അമ്മയും അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടുന്നത്. പ്രസവിച്ചു കഴിഞ്ഞ് ബോധം പോയി 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ബോധം വരുന്ന ഒരു ഇത്രയും വേദന സഹിച്ചു കിടക്കുന്ന ഒരു അമ്മ ആദ്യം ചോദിക്കുന്നത് എന്റെ കുട്ടി ഓക്കെ ആണോ എന്നാണ്. ആ അമ്മ അവളുടെ ശരീരത്തെക്കുറിച്ചോ അവളുടെ വേദനയെക്കുറിച്ചോ അല്ല ചോദിക്കുന്നത്, ആ കുട്ടിയെക്കുറിച്ചാണ്. അച്ഛൻ
ഡെലിവറി കഴിഞ്ഞ് കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ആ കുട്ടിയെ സന്തോഷത്തോടെ വാങ്ങിക്കുന്ന ആ സമയത്തും ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, എൻ്റെ വൈഫ് ഓക്കെ ആണോ എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈവൻ ഒരു കറി വെക്കുന്നതിന് പോലും ഞാൻ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഞാൻ മീൻസ് ഞങ്ങളെന്ന അമ്മമാരും അച്ഛനും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനൊപ്പമാണ് ഞങ്ങളുടെ ഭക്ഷണ രീതി പോലും ക്രമീകരിക്കുന്നത്. അങ്ങനെ പൊന്നുപോലെ നോക്കി ഞങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഞങ്ങളിലേക്ക് ഒതുക്കി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി, നിങ്ങൾ പഠിക്കാൻ വേണ്ട സാധനങ്ങൾ ഒരുക്കി, നിങ്ങൾ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്ന് നിങ്ങളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ തെറ്റ് കണ്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ, ഒന്ന് തല്ലിയാൽ, ഒരു നോ പറഞ്ഞാൽ, പെൺപിള്ളേരാണെങ്കിൽ ഇന്നലെ കണ്ട ഒരു തൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. ആൺപിള്ളേരാണെങ്കിൽ തൂങ്ങാൻ കയറെടുക്കും, നാട് വിട്ടുപോകും. അതുമല്ലെന്നുണ്ടെങ്കിൽ വല്ല കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കും. ആർക്കാ നഷ്ടം വരുന്നത്? നിങ്ങൾ തന്നെ പറ, ആർക്കാ നഷ്ടം വരുന്നത്? ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ അച്ഛനമ്മമാർക്ക് മാത്രമാണ് നഷ്ടം. ബന്ധുക്കൾക്ക് പോലും ആ നഷ്ടമില്ല. 10 ദിവസം കരയുമായിരിക്കും. ഞങ്ങൾ എത്ര വർഷം കരയണം? ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളെ സ്നേഹിച്ച് പൊന്നുപോലെ വളർത്തിയതിന് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയാണത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇനിയുള്ളത് നിതിന്റെ മരണത്തിന്റെ ഇതിലോട്ട് വരാം. സിദ്ധാർത്ഥിൻ്റെതാണെങ്കിലും നിതിൻ്റെതാണെങ്കിലും ഞാൻ അതിലേക്ക് വരാം. ഞങ്ങൾ ഇന്നത്തെ കാലത്തെ ഒരു അച്ഛനമ്മമാരും മക്കൾ സമ്പാദിച്ചുകൊണ്ടുവന്ന് തിന്ന് കാലിന്മേൽ കാലും കയറ്റിയിരുന്ന് ഉണ്ടോണ്ടിരിക്കാമെന്ന് ചിന്തിക്കുന്നവരല്ല. ഞങ്ങൾക്ക് ആയുസും ആരോഗ്യമുള്ള കാലത്തോളം ഞങ്ങൾ പണിയെടുത്തൊക്കെ തന്നെ ജീവിച്ചോളാം. പിന്നെ നിങ്ങൾ നല്ല ഗതിയിലായാൽ 1 കിലോ അരി കഞ്ഞി വയ്ക്കാൻ വാങ്ങിച്ചു തന്നാൽ അത് ഞങ്ങളോട് തരാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുട്ടിക്ക് സമൂഹത്തിൽ അന്തസ്സും വിലയുമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ജോലിയുള്ള, പ്രൗഢമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾ പറയുന്ന കോഴ്സുകളിലൊക്കെ ഞങ്ങൾ കൊണ്ട് ചേർക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് തോന്നുമ്പോൾ ആ കോഴ്സ് നന്നായിട്ട് തോന്നി, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കോഴ്സ് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് അവിടെ പറ്റില്ല എന്ന് പൂർണ്ണമായി ബോധ്യമാവുകയാണെങ്കിൽ, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ, കൈകൂപ്പി ഞാൻ പറയണു, ദയവായി നിങ്ങൾ ഞങ്ങളിലേക്ക് തിരിച്ചു വരൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ. ഒരു ഫോൺ കോൾ ചെയ്യൂ, ഞങ്ങൾ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം. നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ആ ലേബർ റൂമിൽ നിന്ന് പൊതിഞ്ഞ് തന്ന ഒരു കുഞ്ഞാവേ ഉണ്ടല്ലോ, ആ കുഞ്ഞാവെ ഞങ്ങളുടെ നെഞ്ചോട് അച്ഛനും അമ്മയും ചേർത്ത് പിടിച്ചില്ലേ, ആ ചേർത്ത് പിടിക്കലോട് കൂടി തന്നെ മക്കളെ ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചോളാം. നിങ്ങൾക്ക് വലിയ ഗംഭീരമായ ജോലികൾ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാകണോ എന്നൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ മരണം വരെയും അത് കഴിഞ്ഞും പൂർണ്ണ ആരോഗ്യത്തോടെ ആയുസ്സോടെ നല്ല രീതിയിൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് എൻ്റെ തൊണ്ടയിടർന്നു ആഗ്രഹമുള്ളൂ. കാരണം എനിക്കുണ്ട് 3 വയസ്സായ ഒരു കുഞ്ഞ്. നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവനെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആത്മഹത്യ ചെയ്താൽ, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്താൽ കുറേ നാളത്തേക്ക് അതൊരു വാർത്തയായിരിക്കും. സിദ്ധാർത്ഥിനെ കുറിച്ച് നമ്മളിപ്പോൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? സിദ്ധാർത്ഥിന്റെ മരണം അറിഞ്ഞ സമയത്ത് എല്ലാ സ്ത്രീകളും, എല്ലാ അമ്മമാരും ആ കുഞ്ഞ് അനുഭവിച്ച വേദനകൾ ഓർത്ത് അവന്റെ അമ്മയെ പോലെ അവന്റെ അമ്മയ്ക്കൊപ്പം അവന്റെ അമ്മയെ സമാധാനിപ്പിക്കുന്നതിനൊപ്പം തന്നെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും അത് മറന്നു. അവന്റെ അമ്മ നിതിന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ ഏതൊരമ്മയുടെയും നെഞ്ച് പൊള്ളിപ്പോവും. നമ്മൾ വിറങ്ങലിച്ചു പോവും. 2 മക്കളെ ജീവിതം ജീവിതം ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയ 2 മക്കളെ നഷ്ടപ്പെട്ട അമ്മമാര് കണ്ണിൽ നോക്കിയിരുന്ന് എന്ത് പറയാനാണ് എന്നുള്ളതാണ്. അപ്പൊ എന്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് വല്ലവന്റെ വായിലിരിക്കുന്നത് കേട്ടാലും കുഴപ്പമില്ല. എന്റെ മോൻ ആ കോഴ്സ് പഠിക്കുന്നു, എന്റെ മോൻ ഈ കോഴ്സ് പഠിക്കുന്നു എന്ന് പറയണമെന്ന് യാതൊരു സ്വാർത്ഥബുദ്ധിയും ഇല്ലാത്തവരാണ് അച്ഛനമ്മമാരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ പറ്റില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിലേക്ക് തിരിച്ചു വരൂ. ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചാലും മതി, ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ PSC എഴുതി LD ക്ലർക്ക് ആയാലും മതി, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ എടുത്തു കൊടുക്കാൻ നിന്നാലും മതി. നിങ്ങളുടെ ജീവിതം ശോഭനമാണെങ്കിൽ ഞങ്ങൾക്ക് അത് മതി. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ പൊതപ്പിച്ച് കിടത്താനുള്ള സാഹചര്യം ദൈവത്തെ ഓർത്ത്, ഭഗവാനെ വിചാരിച്ച് ഞാൻ പറയാണ്, നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും ശരി, ഞങ്ങൾ അച്ഛനമ്മമാരുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ വല്ല കള്ളും കഞ്ചാവും ഒക്കെ വലിച്ചു കയറ്റാൻ ആരെങ്കിലും തരുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഈ കള്ളും കഞ്ചാവും ഒക്കെ തിന്ന് ജയിലിൽ ചെന്ന് കിടന്നാലും ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് വന്ന് കരയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ മാത്രമേ ഈ സമൂഹം കല്ലെറിയുള്ളൂ. ആ കല്ലെറിയുന്ന സമയത്തും ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കുറിച്ച് ആദി പിടിച്ച് ചാവാൻ കിടക്കയായിരിക്കും. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഏത് കോഴ്സിന് ചെന്ന് ചേർന്നോട്ടെ, ആ കോഴ്സ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പൊന്നുമക്കളെ ദയവായി അവിവേകം കാണിക്കരുത്. നിങ്ങൾ ഞങ്ങളിലേക്ക് തിരിച്ചു വരണം. ഞങ്ങൾ 2 കൈ നീട്ടി അച്ഛനും അമ്മയും സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ. ഈ ലോകത്ത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് ഇനി ഒരു ഓപ്ഷൻസും ഇല്ല. ഇനി അഥവാ 100 മക്കൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതിൽ ഒരെണ്ണം പോയാൽ ഞങ്ങൾ പിന്നെ ഇല്ല.
എന്താ പറയില്ലേ, എന്താ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഞങ്ങൾ പോകും. ഞങ്ങളെ ദയവായി ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കരുത്. നിങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ, നിങ്ങളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ, നിങ്ങൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ, ഇല്ലാത്തതുണ്ടാക്കി നിങ്ങളെ വളർത്തിയതിന്റെ പേരിൽ, ശ്വാസം എടുക്കുന്നത് പോലും നിങ്ങൾക്കെന്ന് ചിന്തിച്ചതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ സ്വയം ജീവിതം ഒടുക്കിക്കൊണ്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്, ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത്, ഞങ്ങളെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ പോകരുത്. ഇതൊരു അമ്മയുടെ അപേക്ഷയാണ്. ഇത് 1000 അമ്മകളുടെ അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ കാണണം. നിങ്ങളുടെ വീട്ടിലെ ഓരോ അമ്മമാരുടെയും വാക്കുകളാണിത്. ഓക്കെ, ഇതിന് ആയുസിന് ബലമില്ലെന്ന് പറയണോ, അതോ ആ അമ്മയ്ക്ക് യോഗമില്ലെന്ന് പറയണോ, അതോ ആ നാശം പിടിച്ച നെറുകെട്ട കാലന്റെ അഹങ്കാരത്തിനും കൊഴുപ്പിനും അതാണ് ആ അമ്മയ്ക്ക് കിട്ടിയതെന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. ആ നാശം പിടിച്ച ആരൊക്കെ ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുണ്ടോ അവറ്റകളെല്ലാം നഖത്തിന്റെ ഇടയിൽ മുട്ടുസൂചിയും കുത്തി കയറ്റി വിത്തുകളെയൊക്കെ ജയിലിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിധിനും സിദ്ധാർത്ഥിന്റെ അമ്മമാർക്കൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് വാക്കാൽ പറയാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഓരോ അമ്മയ്ക്കും. നാളെ ഞങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാകരുത് എന്നായിരിക്കും ഇപ്പം നിധിന്റെയും സിദ്ധാർത്ഥിന്റെയും അമ്മമാര് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനകൾ മാത്രമാണ് ഞാൻ അടങ്ങുന്ന അമ്മമാരുടെ ഒരു ബലം, അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒരു ബലം എന്ന് പറയുന്നത്. നിധിന്റെയും സിദ്ധാർത്ഥിന്റെയും അമ്മമാരുടെ അവസ്ഥകളിലേക്ക് ഞാൻ ഉൾപ്പെടുന്ന അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ദയവായി മക്കളെ നിങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഞങ്ങൾക്ക് താങ്ങാനുള്ള ശേഷിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് വളരെ കൂടിപ്പോയി, ഒരുപാട് നീണ്ടുപോയി. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. അത് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു അമ്മയില്ലാതെ ആയി പോകും. ഓക്കെ, 2 പാരൻസിനും സഹിക്കാനുള്ള ശേഷി കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ.